ഞാൻ കൂടെ നിന്നാൽ പോലും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല. ഒന്ന്. നമ്പർ 1, അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പരാജയത്തോട് കൂടിയിട്ട് പിണറായിസും അവസാനിപ്പിച്ചു, ആന്റി ഇൻകംബൻസി അവസാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് നേടുന്ന വോട്ടാണ് കൃത്യമായ ആന്റി പിണറായി വോട്ട്. ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങളെ എനിക്ക് പ്രതീക്ഷയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്നില്ലേ. അത് ആ നാട്ടിലെ പാവപ്പെട്ട വോട്ടർമാരാണ്. ആ വോട്ട് നേടി ഈ പറയുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു ഭാഗത്ത് പിണറായിയുടെ നേരെ നിൽക്കുന്ന പിണറായിസത്തിൻ്റെ വക്താവും മറുഭാഗത്ത് പിണറായിക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്ന് ഈ സമൂഹത്തെ മുഴുവൻ ചതിക്കാൻ നിൽക്കുന്ന, ഒളിഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ പിണറായിയും തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ ജനങ്ങൾക്കാണ് വിജയം. ആ വിജയം അവിടെ ഉണ്ടാകും. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയം നേടും. അത് ഞങ്ങൾ ഫൈനൽ ഡിസ്കഷനിലാണ്. അല്ല, അതിന് നിങ്ങൾ ഭയപ്പെടണ്ട. എൻ്റെ രാഷ്ട്രീയ ഭാവി എന്നെ ആക്കിയത് നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ. ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരു പിടുത്തമില്ലാതെ നടന്ന എന്നെ കേരളത്തിലെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത് നിലമ്പൂരിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾ എന്നെ കൈവിടുമെന്ന ഒരു വിശ്വാസവും എനിക്കില്ല. അവരിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അത് പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ പിന്നിൽ നേരെ നിൽക്കുന്നത് വി ഡി സതീശൻ, അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഷൗക്കത്ത്. പിണറായിസത്തിനെതിരെ ഒരു വാക്ക് പറയാത്തവനാണ് ഈ സ്ഥാനാർത്ഥി എന്ന് ആവർത്തിച്ച് പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ. പിന്നെ എന്താ തർക്കത്തില്? അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇതിൽ നിന്ന് മാറിയുന്നത്. അങ്ങനെ എത്രയോ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിനു പോലും തയ്യാറില്ലാതെ മാറി നിന്നൊരു കുടിയേറ്റ കർഷകനെ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാനാണ് ഞാൻ പറയുന്നത്. ഇപ്പം അതും അടഞ്ഞു, കുടിയേറ്റ കർഷകരും ഇല്ല. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഈ പറയുന്ന UDF സ്ഥാനാർത്ഥി കുടിയേറ്റ കർഷകനാണോ? ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന LDFന്റെ ഈ പിണറായിസത്തിന്റെ വക്താവായ സ്വരാജ് കുടിയേറ്റ കർഷകൻ. അപ്പോൾ ആരും പരിഗണിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇത് നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയ ഒരു ഓട്ടോറിക്ഷ തട്ടിയ തീരൂലേ അല്ലേ? ഇതല്ലേ ഇപ്പോൾ മനുഷ്യന്റെ കാര്യമുള്ളൂ. അല്ല ഞാൻ പറയട്ടെ, അത്രയല്ലേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു ജീവന് പോലും അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത്? ഈ വാതിലടച്ച സ്ഥിതിക്ക് എന്റെ പൊന്നനുമോദേ, ഇനി എന്താ മാർഗം? തട്ട് പൊളിച്ചിറങ്ങാൻ പറ്റുമോ? പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് പറഞ്ഞിട്ടാ വന്നു. ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇവിടെ ജീപ്പ് ഏറ്റവരുണ്ട്, അനൗൺസ്മെന്റ് വണ്ടി ഏറ്റവരുണ്ട്, പോസ്റ്റർ ഏറ്റവരുണ്ട്, ഹോർഡിംഗ് ഏറ്റവരുണ്ട്. ഇപ്പോൾ വേങ്ങരയിലെ ഒരു പാവപ്പെട്ട 5 സെന്റുകാരൻ ഒരു വീട് ആധാരമായിട്ട് ഇന്നലെ വന്ന പാവപ്പെട്ടവരുണ്ട്. ഞങ്ങളടുത്ത് പൈസ ഇല്ലതാ, അഞ്ഞൂറാക്ക ഈ ആധാരം കൊണ്ടുവച്ചുള്ളി. ഇത് കൊടുത്താൽ 25,000 50,000 കിട്ടും. ഈ സർക്കാർ ബാങ്ക്, സഹകരണ ബാങ്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം പട്ടിണി കടന്നുകൊണ്ട് ജനങ്ങൾ പോരാടും. മനസ്സിലായില്ലേ? ഇനി ഈ പറയുന്ന സതീശന്റെ കാല് നക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല. ഞാൻ ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എനിക്കൊരു ഭയമില്ല.